ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാക്കർത്തൊന്നുകൂടി പറയാം. അല്ലദീന ആമനു, നിശ്ചയമായും അല്ലദീന ആമനു വിശ്വസിച്ചവർ, വിശ്വസിച്ച ആളുകൾ, വലം യൽബിസു, ലബിസ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കലർത്തുക, വലം യൽബിസു അവർ കൂട്ടിക്കലർത്തിയില്ല, ഈമാനഹും അവരുടെ ആ ഈമാൻ വിശ്വാസത്തോട് കൂട്ടിക്കലർത്തിയില്ല. ദുൽമ് എന്ന് പറയുന്നത് ഇവിടെ ഇന്ന ഷിർക ലദുൽമുൻ അദീം എന്ന് പറയുന്ന ആ ദുൽമാണ്, അതായത് ഷിർക്ക് കൂട്ടിക്കലർത്താത്ത. ഉലായിക്ക അക്കൂട്ടർ അവർക്ക് ലഹുമുൽ അംനു അവർക്കാണ് നിർഭയത്വം, അതാണ് അംന് അവർക്കാണ് ഉണ്ടാവുക. വഹും മുഹ്തദൂൻ അവരാണ് ഹിദായത്ത് നൽകപ്പെട്ടവരും. തിൽക്ക ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കൗമിനോട് പറഞ്ഞ ന്യായങ്ങളെക്കുറിച്ച് പറയാം. ഹുജ്ജത്തുന അത് നമ്മുടെ തെളിവാണ്, അതായത് അള്ളാഹു നൽകിയ തെളിവാണ്. ആത്തൈന ആ തെളിവിനെ ഇബ്രാഹിമിന് നൽകി, അലാ കൗമിഹി തൻ്റെ ജനതയ്ക്ക് എതിരെ നൽകി. നെർഫഉ നാം ഉയർത്തുന്നു, ദറജാത്ത് എന്ന് പറഞ്ഞാൽ പദവികൾ, മൻ നഷാഉ ഞാൻ തീരുമാനിച്ചവർക്ക് നാം പദവികളെ ഉയർത്തി കൊടുക്കുന്നു. ഇന്ന റബ്ബക്ക നിശ്ചയമായും നിൻ്റെ റബ്ബ് ഹക്കീമാണ്, അതായത് സർവജ്ഞാനിയാണ്, സർവയുക്തിജ്ഞനുമാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ സർവയുക്തിജ്ഞനും, അലീം എന്ന് പറഞ്ഞാൽ സർവജ്ഞനുമാണ്. വഹബ് എന്ന് പറഞ്ഞാൽ വഹബ എന്ന് പറഞ്ഞാൽ സമ്മാനിച്ചു എന്നാണ്. വഹബുന ലഹു അവന് നാം സമ്മാനിച്ചു, അതായത് ഇബ്രാഹിമിന് ഇസ്ഹാക്ക വയഹക്കൂബ, ഇസ്ഹാക്കിനെയും ഇസ്ഹാക്കിൻ്റെ മകൻ യാക്കൂബിനെയും. കുല്ലൻ ഹദൈന എല്ലാവർക്കും നാം ഹിദായത്ത് നൽകി, അതായത് പ്രവാചകത്വം നൽകി. വനൂഹൻ ഹദൈന മിൻ ഖബല് അവർക്ക് മുമ്പ് നൂഹിന് ഞാൻ ഹിദായത്ത് നൽകിയിരുന്നു, അതേ ഹിദായത്ത് തന്നെയാണ് ഇവർക്കും നൽകിയത്. വമിൻ ദുര്രിയത്തിഹി ദുര്രിയത്ത് എന്ന് പറഞ്ഞ സന്തതി പരമ്പരകൾ. വമിൻ ദുര്രിയത്തിഹി ഹി എന്ന് പറയുമ്പോൾ ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരകളാണോ നൂഹിൻ്റെ സന്തതി പരമ്പര രണ്ടും ആവാം. ദാവൂദിനെ, സുലൈമാനെ, അയ്യൂബിനെ, യൂസുഫിനെ, മൂസയെ, ഹാറൂനെ ഇവരൊക്കെ നാം ഹിദായത്ത് നൽകി. വകദാലിക അപ്രകാരമാണ് നജ്സി നാം പ്രതിഫലം നൽകുക അൽ മുഹ്സിനീൻ ഇഹ്സാൻ ഏറ്റവും നന്നായി ചെയ്തവർക്ക് നാം പ്രതിഫലം നൽകുക. സക്കരിയക്ക് യഹ്യ, ഈസ, ഇല്യാസ് ഇവർക്കൊക്കെയും നാം ഹിദായത്ത് നൽകി. കുല്ലും മിനസ് സ്വാലിഹീൻ അവരെ പറയുമ്പോൾ സ്വാലിഹികൾ എന്നാണ് പറയുന്നത്. കുല്ലും മിനസ് സ്വാലിഹീൻ അവരൊക്കെ സ്വാലിഹീങ്ങളിൽ പെട്ടവരായിരുന്നു. വ ഇസ്മായില അല്യസ വ യൂനുസ വലൂത്ത അവരെ പറയുമ്പോൾ വ കുല്ലൻ ഫവ്വൽന അലൽ ആലമീൻ ലോകരിൽ അവരെ ഏറ്റവും ശ്രേഷ്ഠരാക്കി. വമിൻ ആബായിഹിം അവരുടെ പിതാക്കളിൽ നിന്ന്, അതായത് വമിൻ ദുര്രിയത്തിഹിം സന്തതി പരമ്പരകളിൽ നിന്ന്, വ ഇഖ്വാൻ ഇഹിം അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, അതായത് വാപ്പയായിട്ടും മക്കളായിട്ടും സഹോദരങ്ങളായിട്ടും. വജുത്തബൈനാഹും അവരെ നാം സവിശേഷം തിരഞ്ഞെടുത്തു. വഹദൈനാഹും എന്നിട്ടവർക്ക് നാം ഹിദായത്ത് നൽകി. ഇലാ സിറാത്തിൻ മുസ്തഖീം ഈ 18 പ്രവാചകന്മാർക്ക് ഏറ്റവും ശരിയായതിലേക്ക് മാർഗദർശനം നൽകി. ദാലിക ഹുദല്ലാഹ് അതാണ് ഈ പ്രവാചകന്മാർക്ക് നൽകിയതാണ് ഹുദ, അള്ളാഹുവിൽ നിന്നുള്ള ഹുദ. യഹ്ദീ ബിഹി ആ യുദയിലേക്ക് നയിക്കുന്നു. ആ മാർഗം ആരെയാണ് നയിക്കുക? ഇവിടെ അങ്ങനെ ഞാൻ അർത്ഥം പറയുമ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും, ചില ശ്രദ്ധിച്ചു നോക്കിയാൽ. മൻ യശാഉ മിൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന് ഈ ഹിദായത്ത് വേണമെന്ന് തീരുമാനിച്ചവർ, എല്ലാവർക്കും അല്ല. ഇവിടെ പലപ്പോഴും അർത്ഥം കൊടുക്കുന്നുണ്ടാകുക അള്ളാഹു തീരുമാനിച്ചവരെന്നാണ്. അള്ളാഹു തീരുമാനിക്കണം എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ മുമ്പേ അവൻ്റെ അടിമകളിൽ നിന്ന് ഇത് വേണമെന്ന് തീരുമാനിക്കണം, എങ്കിലേ അള്ളാഹു അത് പരിഗണിക്കാൻ പോകുന്നുള്ളൂ. വലൗ അഷ്റഖു അങ്ങനെ തീരുമാനിക്കാതെ അവർ ശിർക്കാണ് ചെയ്യുന്നതെങ്കിൽ ലഹബിത അൻഹും അവരെ സംബന്ധിച്ച് പൊളിച്ചു കളയും മാ കാനു യാമലൂൻ അവർ പ്രവർത്തിച്ചതൊക്കെ പാഴായി പോകുന്നതായി പറയണം. ഉലായിക്കല്ലദീന ആത്തൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വന്നുബുവത്ത ഈ പറഞ്ഞ കൂട്ടരാണ് പ്രവാചകന്മാരാണ്. അള്ളാഹു കിതാബ് നൽകിയവർ, ഹുക്മ നൽകുക എന്ന് പറഞ്ഞാൽ തീരുമാന അധികാരം നൽകുക, വന്നുബുവത്ത പ്രവാചകത്വം നൽകിയവർ. ഈ യക്ഫുർ ബിഹ ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ ഹാ ഉലായി എന്ന് പറയുമ്പോൾ ഇക്കൂട്ടർ എന്ന് പറയുമ്പോൾ മക്കയിലെ ഇക്കൂട്ടർ. കതു വക്കൽന തീർച്ചയായും നാം ഇതിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ബിഹ കൗമൻ ലൈസു ബിഹ കാഫിരീൻ ഇതിനെ നിഷേധിക്കാത്തൊരു കൗമിനെ ഞാൻ ഇത് ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ്. അതൊക്കെ ഹിജ്റക്ക് മുമ്പാണ് അവതരിക്കുന്നത് കേട്ടോ. ഉലായിക്കല്ലദീന ഹദല്ലാ അവരാണ് അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച ആളുകൾ. അതുകൊണ്ട് റസൂലിനോട് പറയാം
ഫബി ഹുദാഹു മുക്തദി, അവരുടെ ആ ഹുദയെ നീയും പിന്തുടരുക. ഇവരോട് പറയുക ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല അലൈഹി അജ്റ, ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല. ഇൻ ഹുവ, ഇത് ഇല്ലാ ദിക്റാലിൽ ആലമീൻ, ഇത് മക്കക്കാർക്ക് മാത്രമല്ല ലോകർക്ക് മുഴുവനുമുള്ള ഒരു ദിക്റാണ്. ദിക്റാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉത്ബോധനം എന്നൊക്കെ പറയാം. ദിക്റിന് പല അർത്ഥങ്ങളും ഒന്നിച്ചു വരുന്നതാണ്. നമ്മൾ ഷിർക്കിനെക്കുറിച്ചും തൗഹീദിനെക്കുറിച്ചുമാണ് പറയുന്നത്. അതാണ് ഈ മക്കി സൂറകളുടെ, ഒരുവിധം മക്കി സൂറകളുടെ ഒക്കെ അടിസ്ഥാനം അത് തന്നെയാണ്. അതാണ് ഏറ്റവും ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുടെ ബാക്കിയാണ് ഇതും. നമ്മൾ ആർക്കാണ്, ഏത് കൂട്ടർക്കാണ് ഈ നിർഭയത്വം കിട്ടുക, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള നിർഭയത്വം കിട്ടുക, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. അത് കിട്ടുന്നത് അവരുടെ വിശ്വാസം, അല്ലദീന ആമനു ഒരു വിഭാഗം, വലൻ യൽബിസു ഈമാനഹും, അവരുടെ ആ വിശ്വാസത്തെ അവർ കൂട്ടിക്കലർത്തിയില്ല. അതായത് അള്ളാഹുവിൻ്റെ ഏകത്വം പറയുമ്പോഴുണ്ടാവും, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിലേക്ക് മറ്റതും കൂടി കയറി വരും. അതാണ് കൂട്ടിക്കലർത്തുക എന്ന് പറയുന്നത്. അങ്ങനെ കൂട്ടിക്കലർത്താത്ത ആളുകൾക്ക്, അതായത് മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയുന്ന ആ സംഗതി, അള്ളാഹുവിന് മാത്രമാക്കിയവർക്കാണ് നിർഭയത്വമുണ്ടാവുക. ഈമാനഹും ബി ദുൽമിൻ, അതോടുകൂടി ഷിർക്ക് കൂട്ടിക്കലർത്താത്ത, അതാണ് അക്രമം. ഏറ്റവും വലിയ അക്രമം ഇന്ന ഷിർക ലദുൽമുൻ അദീം എന്നാണ് ഖുർആൻ സൂറത്തുൽ ലുക്മാനിൽ പറയുന്ന ആ ദുൽമാണിത്. ആ ദുൽമിനോട് ഈ വിശ്വാസത്തെ കൂട്ടിക്കലർത്താത്തവർക്കാണ് നിർഭയത്വമുണ്ടാവുക. ഉലായിക ലഹുമുൽ അംനു, അവർക്കാണ് നിർഭയത്വമുണ്ടാവുക. യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ നിർഭയത്വം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുള്ളൂ. അല്ലാത്ത ഒന്നിനെയും അയാൾ ഭയപ്പെടില്ല. നേരെ മറിച്ച് ഷിർക്കിലേക്ക് വന്നാൽ അയാൾക്ക് ഭയപ്പെടാനേ ഉണ്ടാവൂ. അത് മലക്കുകളുണ്ടാവും, ജിന്നുകളുണ്ടാവും, വലിയുകളുണ്ടാവും, മക്ബറകളുണ്ടാവും, പ്രകൃതി ശക്തികളുണ്ടാവും, കറാമത്തുകളുണ്ടാവും, ഗുരുത്തക്കുകളുണ്ടാവും. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഭയങ്ങളിൽ അയാളുണ്ടാവുക. നക്ഷത്രങ്ങളുണ്ടാവും, ജ്യോത്സ്യന്മാരുണ്ടാവും, ശകുനങ്ങളുണ്ടാവും, നഹസുകളുണ്ടാവും. എവിടെ നോക്കിയാലും ഭയമാണ് ഷിർക്കിൻ്റെ കൂടെ ഉണ്ടാവുക. അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവല്ലാത്ത എല്ലാത്തിൽ നിന്നും നിർഭയത്വമുണ്ടാവും. അതാണ് ഇവിടെ ഈ പറയുന്ന വിഷയം. ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിയാൽ മതി. ഭയം കൊണ്ട് കിടന്ന് നട്ടോട്ടോടുകയാണ് ആളുകൾ, അല്ലേ? എന്തിനെ നോക്കിയാലും പേടിയാണ്. അതാണ് വഹു മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ച ആളുകൾ. ആ കൂട്ടിക്കലർത്താത്ത ആളുകളാണ് സന്മാർഗം പ്രാപിച്ചത്. ആ ന്യായമാണ് പറയുന്നത്. ഇത് തിൽക ഹുജ്ജത്തുന, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൗമിനും സമർപ്പിച്ച ഈ ന്യായങ്ങളുണ്ടല്ലോ, ഈ ന്യായങ്ങൾ ഇത് നമ്മുടെ ന്യായങ്ങളായിരുന്നു. അതായത് മനുഷ്യപ്രകൃതിയിൽ അള്ളാഹു വെച്ചിട്ടുള്ള ന്യായങ്ങളാണത്. അല്ലാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പ്രത്യേകമായി വഹയ്യ് കൊടുത്തു എന്നല്ല ഈ പറയണം. അത് സ്വച്ഛമായ പ്രകൃതിയിൽ, മനുഷ്യപ്രകൃതിയിൽ ഉള്ള ന്യായങ്ങളാണ്. അതുകൊണ്ടാണ് അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നത്. കാരണം അത് പൈശാചികമായ ന്യായങ്ങളല്ല. ആ ന്യായങ്ങൾ ആത്തൈനാഹ ഇബ്രാഹീമിന് നാം അത് നൽകി, ആ ന്യായങ്ങൾ നൽകി. ആ ന്യായങ്ങളിൽ തെളിച്ചം നൽകുകയാണത്. അലാ കൗമിഹി, അദ്ദേഹത്തിൻ്റെ കൗമിൻ്റെ മേൽ. അതായത് ഓരോ വിഭാഗം. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിലുണ്ടല്ലോ, അസ്ഹാബുൽ കഹ്ഫിന് വറബത്ന അലാ ഖുലൂബിഹിം, കണ്ട, അവരുടെ വിശ്വാസത്തിൽ അങ്ങനെ ഉറച്ചു നിന്നപ്പോൾ അതിലേക്ക് ഉറപ്പ് കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അത് ആർക്കായാലും കിട്ടും. ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, അത് ആ നിലപാടെടുത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ആ സംഗതികളും കിട്ടും. അതിലേക്കുള്ള സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി തരും. നമ്മളതിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ആകെയുള്ള വിഷയം. അങ്ങനെ വരുമ്പോൾ നെർഫഉ ദറജാത്തിൻ മൻ നശാ, നാം തീരുമാനിച്ചവർക്ക് നാം പദവികൾ ഏറ്റിക്കൊടുക്കും. അതും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ ഖലീലാകുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്.
ലോക ജനതയുടെ നേതാവാകുന്നതും ഒക്കെ അതിൻ്റെ ഭാഗമാണ്. ഇബ്രാഹിം നബി അതൊക്കെ ഏറ്റെടുത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ സന്നദ്ധനമായപ്പോൾ അള്ളാഹു അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുകയാണ്, പദവികൾ ഏറ്റിക്കൊടുക്കുകയാണ്. ഇതൊക്കെ അള്ളാഹു ചെയ്യുന്നത് കണ്ണുമൂക്കൂലി അതങ്ങ് ചെയ്യുന്നല്ല. ഇന്ന റബ്ബക്ക, നിശ്ചയമായും നിൻ്റെ റബ്ബ് ഹക്കീമാണെന്നാണ്. സർവ്വയുക്തിയും ന്യായങ്ങളും വെച്ചിട്ട് തന്നെയാണ് അള്ളാഹു ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. യുക്തിയും ജ്ഞാനം ന്യായം എന്നൊക്കെ പറയുമ്പോൾ അത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ മനസ്സിലാകുന്ന ന്യായങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അള്ളാഹു ചെയ്യുന്നത്. അലീമും സർവജ്ഞാനിയുമാണ്. സർവജ്ഞാനങ്ങളും അതൊന്നും നമുക്ക് സർവജ്ഞനൊന്നും നമ്മളൊന്നും ആവാൻ പറ്റുന്നില്ല. സർവ്വയുക്തിയും സർവജ്ഞനും നമുക്ക് ഇല്ലെങ്കിലും അതിനെ മനസ്സിലാക്കാനുള്ളൊരു ശേഷി മനുഷ്യന് ഉണ്ട്. അത് അങ്ങനെ തന്നെയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ കണ്ണും മൂക്കില്ലാതെ അള്ളാഹ്ക്ക് തോന്നിയവർക്ക് അള്ളാഹു കൊടുക്കുക അങ്ങനെയല്ല. അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അത് അതിൻ്റെ കൃത്യമായ ജ്ഞാനത്തോടെയും യുക്തിയോടും ഒക്കെ കൂടി തന്നെയാണ് അള്ളാഹു അത് ചെയ്യുന്നത്. ആ ദറജാത്തുകൾ, അള്ളാഹു കൊടുത്ത ആ പദവികൾ എങ്ങനെയാണ് ഭൂമിയിൽ, ഇത് പരലോകത്തെ മാത്രം കാര്യമല്ല, ഭൂമിയിൽ എങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് അതുണ്ടായത്? അവിടെയാണ് വഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ്. വഹബ്ന, നാം സമ്മാനിച്ചു എന്നാണ്. ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുകയാണെന്നുവെച്ചെങ്കിൽ ആദ്യം പറയേണ്ടത് ഇസ്മായിലിനെയാണ്. അതെന്തുകൊണ്ടാണ് അവിടെ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ വഹബ്നാ ലഹു എന്ന് പറയുമ്പോൾ ഇത് സമ്മാനമായി കൊടുത്തതാണെന്നാണ്. സമ്മാനമായിട്ട് കൊടുത്തതാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 112 വയസ്സും മറ്റാൾക്ക് ഭാര്യക്ക് സാറക്ക് 99 വയസ്സുള്ളപ്പോഴാണ് ഈ ഇസ്ഹാഖ് അലൈഹിസ്സലാം ജനിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ കൊടുത്തതിനെക്കുറിച്ച് പറയാം. അത് മാത്രമല്ല അവിടെ ഉണ്ടാവുക. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഖുർആൻ വന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരൊക്കെ അറിയുന്ന ഒരു സമൂഹത്തിലാണ്. പിന്നെ തൊട്ടപ്പുറത്ത് യഹൂദരും ക്രൈസ്തവരുമായ വേദക്കാരുണ്ട്. അവരുടെ കൂടെ ശ്രദ്ധയാകർഷിക്കുന്ന വിധത്തിലാണ് ഈ പറയുന്നത്. അവരുടെ കൂടെ, കാരണം തൊട്ട് മുമ്പുള്ള പ്രവാചകന്മാരൊക്കെ അവരിൽ നിന്നാണ്. അപ്പോൾ അവരുടെയും കൂടി ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിൽ, അതായത് ചുറ്റുമുള്ള എല്ലാ സമൂഹങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ പറച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് വരുന്നത്. യാക്കൂബ്, കാരണം അതാണല്ലോ ബനു ഇസ്രായേലിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇസ്ഹാഖ് മഅൻ യാക്കൂബ്, അങ്ങനെയാണ് അത് വരുന്നത്. ഇവർക്കൊക്കെ കുല്ലൻ ഹദൈന, ഇവർക്കൊക്കെയും ഞാൻ ഹിദായത്ത് നൽകി. ഹിദായത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രവാചകത്വമാണ്, അതായത് ഹുദ നൽകുകയാണ്, അവർക്ക് നൽകുക. വനൂഹൻ ഹദൈന മിൻ ഖബൽ, അതിൻ്റെ മുമ്പ് നൂഹിനും ഞാൻ ഹിദായത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരേ ഹിദായത്താണ് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അത് നൂഹിനും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ മുമ്പ് ആദമിനും അങ്ങനെ തന്നെയാണ്, അതിനുശേഷം ഇബ്രാഹിമിനും അങ്ങനെ തന്നെയാണ്, പിന്നീടുള്ള മുഹമ്മദ് റസൂൽ വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും അതിന്. അപ്പോൾ ഇവരോട് മക്കക്കാരെ പ്രഥമമായി മുൻനിർത്തി പറയാണ്, അവരൊക്കെ കൊണ്ടുവന്ന അതേ ഹിദായത്ത് തന്നെയാണ് ഞാനും നിങ്ങൾക്ക് മുന്നിൽ ഈ വെക്കുന്നത് എന്നുള്ള, അതാണ് അവരാണ് അഭിസംബോധിതരായ ആളുകൾ, അവരോട് പറയാം. വമിൻ ദുര്രിയത്തിഹി, അവരുടെ ദുര്രിയത്തിൽ നിന്ന്, ദുര്രിയത്ത് എന്ന് പറഞ്ഞാൽ മക്കളിലൂടെ ഉണ്ടാകുന്ന പരമ്പര, അത് ആണാവാം പെണ്ണും ആവാം. അതായത് ഇവിടെ തന്നെ ഇപ്പോൾ ഈ ദുര്രിയത്ത് പറയുമ്പോൾ മറിയമിൽ നിന്നുണ്ടാകുന്ന ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈസബിന് മറിയമാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞെന്താ വെച്ചാൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ ഉണ്ടാകുന്ന സന്തതി പരമ്പരകളും അവരുടെ റസൂലിൻ്റെ ദുര്രിയത്താണ്. അത് ഈ ആയത്ത് വെച്ചിട്ടാണ് അവർ ആ തെളിവ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ആയത്ത് അവരുടെ ദുര്രിയത്തിൽ നിന്ന്. ഇവിടെ വമിൻ ദുര്രിയത്തിഹി എന്ന് പറയുമ്പോൾ ഇത് തഫ്സീറിലൊക്കെ നമ്മളിതിൽ പണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായ വ്യത്യാസം. ഹീ എന്ന് പറയുന്നത് ഇബ്രാഹിമാണോ അതോ നൂഹാണോ? രണ്ടും ആവാൻ. നൂഹ് നബി ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചും കൂടിയും ആശയം കുറച്ചും കൂടിയും വിശാലമായി, കുറച്ചും കൂടി അങ്ങോട്ട് പോയി. ദാവൂദ്, സുലൈമാൻ, അയ്യൂബ്, യൂസുഫ്, മൂസ, വഹാറൂൻ. അതായത് ഈ 3 ആയത്തുകളിലായിട്ട് 18 പ്രവാചകന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. 18 പ്രവാചകന്മാരുടെ പേരുകൾ തുടർച്ചയായിട്ട് ഇതിൽ വരുന്നുണ്ട്. അതെങ്ങനെ 18 പ്രവാചകന്മാരുടെ പേര് വരുന്നത്? ഇനി അങ്ങനത്തെ ഇല്ല. അപ്പോൾ അതിൽ ഓരോരുത്തരുടെയും നമുക്ക് ചെറിയ ഒരു നിലക്ക് ഒന്ന് പറയാം.
ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം എന്നാണ് തുടങ്ങുന്നത്. ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ രണ്ടാമത്തെ മകനാണ്. ആദ്യത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമാണ്. അത് വേറെ ഉമ്മയിലാണ്. അവിടെയാണ് പറഞ്ഞത് ഇസ്ഹാക്ക് നബി അലൈഹിസ്സലാം ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 112 വയസ്സും ഭാര്യ സാറക്ക് 99 വയസ്സുമായിരുന്നു പ്രായം. ഇതൊക്കെ ബൈബിൾ അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങളാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഇസ്ഹാക്ക് നബിയുടെ മകനാണ്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഇസ്രായേൽ എന്ന് കൂടി പറയുക. ഇവർ രണ്ടാളും പ്രവാചകന്മാരാണ്. ഇബ്രാഹിം നബിയുടെ പിതാമഹനാണ്. വല്ലിപ്പയാണ് ആര്? തൊട്ട വല്ലിപ്പല്ല, 10 തലമുറയ്ക്ക് വന്നിട്ടുള്ള വല്ലിപ്പയാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം ഏതാണെന്ന് കൃത്യമായിട്ട് നമ്മൾ നിർണയിച്ചിട്ടില്ല. ആദം നബിക്ക് ശേഷം 65 വർഷങ്ങൾ കഴിഞ്ഞാണ് ജനനമെന്നാണ് പറയുന്നത്. അത് ഈ വംശാവലി ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിഗമനമാണ്. ഇതൊന്നും ഇപ്പോൾ അത്ര കൃത്യം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തെ ആ പ്രളയമുണ്ടായത് BC 3500-ലാണ്. അതായത് ഈസാ നബിക്ക് മുമ്പ് 3500 വർഷം മുമ്പ്, 2850, 2700 അങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളുമുണ്ട്. 3500 നമുക്ക് എല്ലാം അങ്ങനെ ഏറ്റുപിടിക്കാം. ഈ പ്രളയത്തിന് മുമ്പ് ഈ നൂഹ് നബി അലൈഹിസ്സലാം ജീവിച്ചത് ഈ ബാബിലോണിയയിലാണ്. ബാബിലോണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു എന്നുള്ളത് സർവസമ്മതമായിട്ടുള്ള ഒരു സംഗതിയാണ്. നൂഹ് നബിയുടെ ദീൻ എന്താണോ അത് തന്നെയാണ് മുഹമ്മദി നബി അടക്കം എല്ലാ പ്രവാചകന്മാരുടെ ദീൻ. ഓരോ പ്രവാചകന്മാർക്കും ഓരോ ദീനില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. പുതിയ വേദങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിന് പുതിയ അറിവ് കിട്ടുന്നതിനനുസരിച്ച് കൊടുക്കുന്നതുമല്ല, പുതിയ അറിവ് വരുന്നത് കൊടുക്കുന്നതല്ല. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നത് അടിസ്ഥാനം ആദം മുതൽ മുഹമ്മദുർ റസൂൽ വരെ ഒന്ന് തന്നെയാണ്. എന്നാൽ അവരുടെ രണ്ടാമത്തെ ശരീഅത്ത് എന്ന് പറയുന്നത് ആ സമൂഹങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും വളർച്ചക്കനുസരിച്ചും അവസ്ഥക്കനുസരിച്ചും മാറി മാറി വന്നേക്കും. അത് വ്യത്യാസപ്പെടും. അത് ഓരോ റസൂലിനും വ്യത്യസ്തമായ ശരീഅത്തുകൾ ഉണ്ടായേക്കാം. ദീൻ ഒന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഉറപ്പിക്കാൻ വേണ്ട സംഗതി അതാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഈ സംഗതി, അതിനാണ് ഈ റസൂലി 10-13 കൊല്ലം ഈ മക്കയിൽ പണിയെടുത്തിട്ടുള്ളത്. നമ്മളും ശരിക്ക് അതിലാണ് ഊന്നേണ്ടത്. അത് കറക്റ്റ് ആക്കിയാലേ ബാക്കിയുള്ള കാര്യങ്ങൾ ശരിയാവുള്ളൂ. ഈ ദാവൂദ് സുലൈമാൻ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരും രാജാക്കന്മാരുമായിരുന്ന 2 പേരാണ് ദാവൂദ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബിയും. BC 11-ാം നൂറ്റാണ്ടിൽ ഗോലിയാത്തിനെ തോൽപ്പിച്ച് ആണ് ദാവൂദ് നബി അലൈഹിസ്സലാം ഈ ബനൂ ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ അടിത്തറ പാകുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിനുശേഷം രാഷ്ട്രം വിപുലീകരിക്കുകയും വലിയ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി പറയുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ഈ സമൂഹത്തിലെ രാജാവൊന്നും അല്ലെങ്കിലും വലിയ സമ്പന്നനും വലിയ സ്വാധീനവുമുള്ള വ്യക്തിയായിരുന്നു. ധാരാളം പരീക്ഷണങ്ങൾ നേരിട്ട നബിയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. ബൈബിളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഇയ്യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട്. അദ്ദേഹത്തിന് ഒരു വേദം ഉണ്ടായിരുന്നു, അത് അറബിയിലായിരുന്നു. പിന്നീട് അത് മൂസാ നബി അലൈഹിസ്സലാം ഹീബ്രുവിലേക്ക് മൊഴി മാറ്റി എന്നൊക്കെ നമുക്ക് അതിൻ്റെ ചരിത്രത്തിൽ കാണാം. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഒരു ഏറെക്കുറെ സ്വതന്ത്രമായ ഒരു അധികാരിയായി ഭരിച്ച നബിയാണ്. അദ്ദേഹവും ഇതേപോലെ ധാരാളം പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിച്ച് അതേസമയം അധികാരവും സംഗതികളൊക്കെ ഉള്ള ആളുമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ, ഇവർ 2 പേരും ഈ ഫറോവയിൽ നിന്ന് ഈ ബനൂ ഇസ്രായേൽ സമൂഹത്തെ മോചിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അത്
BC 13-ാം നൂറ്റാണ്ടിലാണ് ആ സംഭവം. അവർ രാജാക്കന്മാരൊന്നും ആയിരുന്നില്ലെങ്കിലും ആ സമൂഹത്തിൻ്റെ മേൽ വലിയ സ്വാധീനവും അധികാരവും ഒക്കെ ഉള്ളവരായിരുന്നു അവർ. വകദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം അവരെ മുഹ്സിനീങ്ങൾക്ക്, ഇവിടെ അത് പറയുമ്പോൾ നമ്മൾ ഓരോ കൂട്ടരെ പറയുമ്പോഴും പ്രത്യേക പദങ്ങൾ ഉപയോഗിക്കുന്നു. കാരണം ഈ പറഞ്ഞവരൊക്കെ ഏതെങ്കിലും നിലക്ക് അധികാരം, സമ്പത്ത് ഒക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ മുഹ്സിനീങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി പറയുന്നവരെ കുറിച്ച് പറയുമ്പോൾ സാലിഹീങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സാലിഹീങ്ങൾ മുഹ്സിനീങ്ങൾ അല്ലാത്തത് കൊണ്ടല്ല, അതിലൊക്കെ സംഗതികളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയും വളരെ സംഗതികളും ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്തരവാദിത്തമുണ്ട്. അതേ ഉത്തരവാദിത്തം ഫക്കീറിനെ സംബന്ധിച്ചിടത്തോളം വരണമെന്നില്ല. അപ്പോൾ ഇവിടെ ഇഹ്സാൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വളരെ ചെയ്യാനുണ്ടാവുകയും ആ ചെയ്യുന്നതൊക്കെ വളരെ കൃത്യമായി ചെയ്യുമ്പോഴാണ് ഇഹ്സാനിലേക്ക് മനുഷ്യർ എത്തിപ്പെടുക എന്നുള്ള സൂചനയാണ് തരുന്നത്. ഇനി പറയുന്നത് വേറൊരു ഗ്രൂപ്പാണ്. സക്കരിയ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് മറിയം ബീവി അലൈഹിസ്സലാമിൻ്റെ വളർത്തുപിതാവും യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ ഉപ്പയുമായ സക്കരിയ ആയിക്കൊള്ളണമെന്നില്ല. അദ്ദേഹം ജീവിച്ചത് BC 1-ാം നൂറ്റാണ്ടിലാണ്. അതായത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ തൊട്ട് മുമ്പാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ട് ചരിത്രമില്ല. ഈ പറയുന്ന ഈ സക്കരിയനെ കുറിച്ചാണെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ്. ഇദ്ദേഹം കൊല്ലപ്പെട്ടു, ജനങ്ങളാൽ കീറിമുറിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സക്കരിയ ഈ BC 9-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുണ്ട്. ആ സക്കരിയാനെ കുറിച്ചായിരിക്കും ഈ പറയുന്നത്. മറ്റേ യഹ്യാ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവായ സക്കരിയ പ്രവാചകനാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ സക്കരിയ അത് തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ ആവില്ല. ഈ റസൂലിൻ്റെ വചനങ്ങളും കൂടി വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഈ 9-ാം നൂറ്റാണ്ടിൽ BC 9-ാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ആ സക്കരിയ നബി ആയിരിക്കാനാണ് സാധ്യത. യഹ്യാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ തൊട്ട് മുമ്പുള്ള പ്രവാചകനാണ്. ഇദ്ദേഹത്തിനെയാണ് ബൈബിളിൽ സ്നാപക യോഹന്നാൻ എന്ന് പറയാം. സ്നാപക യോഹന്നാൻ. ഈ യോഹന്നാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വഹനാനം മില്ലതുന്ന വ സക്കാത്തം വ കാനത്തൊക്കെ ഈ ഹനാനിൽ നിന്നായിരിക്കും ഒരു പക്ഷേ യോഹന്നാൻ ഉണ്ടായിരിക്കുക. എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അള്ളാഹുവിനെ കുറിച്ച് പറയുന്നൊരു യാഹുവ എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിനെ യോഹന്നാൻ എന്ന് വേറൊരു പേരും ഉണ്ടായത്. അത് ഖുർആനിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് നമുക്ക് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പോൾ ഇല്യാസ് നബി അലൈഹിസ്സലാമാണ് പിന്നെ ഒന്ന് പറയുന്നത്. ഇല്യാസ് നബി ഈലിയ എന്നാണ് ബൈബിളിൽ ഇദ്ദേഹം അറിയപ്പെടുക. ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ ഈലിയ എന്നാണ് അറിയപ്പെടുക. അദ്ദേഹം ലാവി വംശജനാണ്. ലാവി വംശജൻ എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിൻ്റെ വംശപരയിൽ പെട്ടവനാണ് അദ്ദേഹം. BC 8-ാം നൂറ്റാണ്ടിലാണ്. BC 8-ാം നൂറ്റാണ്ടിൽ ആഹാബ് രാജാവിൻ്റെ കാലത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രബോധനം ഉണ്ടായത്. അത് കിഴക്കൻ ജോർദാനിലാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അത് ഖുർആനൊന്നും പറയണമല്ല കേട്ടോ. ഒരു കൊടുങ്കാറ്റിൽ അദ്ദേഹം മേൽപോട്ട് ഉയർന്നു പോയി. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചൊരു വിവരം ഉണ്ടായില്ല എന്നാണ്. അതൊക്കെ വേറെ ഖുർആൻ പറയുന്നതോ നബിവചനം വെച്ചിട്ട് പറയണമെന്നല്ല കേട്ടോ. അത് ഇവരൊക്കെ കുറിച്ച് പറയുമ്പോൾ കുല്ലും മിന സ്വാലിഹീൻ, അവർ സ്വാലിഹീങ്ങളാണ്. കാരണം ഇവരൊന്നും ഈ അധികാരം വെച്ചിട്ടോ സമ്പത്ത് വെച്ചിട്ടോ ഒന്നും അറിയപ്പെട്ട പ്രവാചകന്മാരല്ല. ഈസാ നബി ആയാലും യഹ്യാ നബി ആയാലും സക്കരിയ നബി ആയാലും ഈ ഇല്യാസ് നബിയാണ്. ഇവരൊക്കെ ഈ പരിത്യാഗികൾ എന്ന് നമ്മൾ പറയില്ലേ, ആ നിലക്ക് അറിയപ്പെട്ട പ്രവാചകന്മാരായിരുന്നു. അപ്പോൾ യഹ്യാ നബിനൊക്കെ കുറിച്ച് പറയുമ്പോൾ വെറും തേനും വെട്ടുകളിയും മാത്രം ഭക്ഷിച്ച് ജീവിച്ചിരുന്നതെന്നൊക്കെയാണ് പറയാം. അപ്പോൾ അങ്ങനത്തെ അവരെക്കുറിച്ച് പറയുമ്പോൾ സാലിഹീങ്ങൾ എന്നാണ് പറയാം.
അപ്പോൾ അങ്ങനത്തെ വ്യക്തികൾ, അങ്ങനത്തെ ആളുകൾ എന്താ ചോദിച്ചാൽ ഈ വല്ലാതെ പ്രശ്നങ്ങളില്ലാതെ സ്വന്തം വ്യക്തിജീവിതം പരമാവധി വിശുദ്ധീകരിച്ച് ജീവിക്കുക എന്ന് പറയുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കണം അവരെ സ്വാലിഹീങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാതെ അവർ മുഹ്സിനീങ്ങളല്ലാതെ അല്ല. നമുക്ക് ഈ പദവി, ഈ വാദത്തിലെ വ്യത്യാസങ്ങളൊക്കെ എന്തുകൊണ്ടാണെന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയായിരിക്കണം അങ്ങനെ പദങ്ങൾ മാറ്റി പറയുന്നത്. ഇനി പറയുന്നത് ഈ വേറൊരു 3 ഗ്രൂപ്പുകൾ ആയിട്ടാണ് ഇത് പറയുന്നത്. ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം നമുക്ക് അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആദ്യത്തെ മകനാണ്. കഅബ പടുത്തുയർത്തിയ പിതാവും മകനും പെട്ട അവരാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അല്യസ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഇല്യാസ് നബി അലൈഹിസ്സലാമിൻ്റെ ശേഷം വന്ന പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന ഈ ആഹാബിൻ്റെ മകൻ ഭരിക്കുന്ന കാലത്താണ് അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടുള്ളത്. യൂനുസ് നബി അലൈഹിസ്സലാം, അത് പിന്നെ നമ്മൾ അറിയുന്നതാണ്. അവർ വേറൊരു പ്രദേശത്ത്, അതായത് നീനവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. അദ്ദേഹം പക്ഷേ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിൻ്റെ മുമ്പേ ആ ജനം അദ്ദേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കാത്തത് കൊണ്ടും ശിക്ഷ ആസന്നമാണ് എന്നുള്ള ബോധ്യത്തോടെയും മൂപ്പർ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പേ ആ പ്രദേശം വിട്ടുപോയി. അങ്ങനെ പ്രദേശം വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് തിമിംഗലം വിഴുകി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാഹിബുൽ ഹൗത്ത് എന്നൊക്കെ ഖുർആൻ വിളിക്കണേ. അങ്ങനെ അള്ളാഹു പിടിച്ചു ശിക്ഷിച്ച ഒരു പ്രവാചകനാണ് യൂനുസ് നബി അലൈഹിസ്സലാം. പക്ഷേ നമ്മൾ ഇവരെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു അങ്ങനെ പിടിച്ച് ശിക്ഷിച്ച് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരുടെ വേർതിരിവൊന്നും കാണാൻ പറ്റില്ല. കാരണം ഖുർആനിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രവാചകൻ്റെ പേരിലൊരു സൂറ വരണ യൂനുസിൻ്റെയാണ്. 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസ്. അത് നമ്മൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ, അള്ളാഹു നമ്മളോട് പറഞ്ഞില്ല ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും എന്ന് പറയണം. നമുക്ക് ഇവരൊക്കെ അവർക്ക് എന്തെങ്കിലും കാരണത്താൽ അവരെ പിടികൂടിയോ അതൊക്കെ വേറെ കാര്യമാണ്. അത് പുറത്തുകെടുത്ത് നമുക്ക് പ്രവാചകനായിട്ട് അറിയിപ്പിച്ചു തന്നാൽ നമുക്ക് പിന്നെ അവരുടെ ഇടയിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പം ഈ പറയുന്ന മുഹ്സിനീങ്ങൾ, സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഇവരിൽ വലിയ വ്യത്യാസമൊന്നും കാണണ്ട. കാരണം അള്ളാഹുവാണ് അവർക്ക് ഡ്യൂട്ടി നിശ്ചയിക്കുന്നത്. അള്ളാഹുവാണ് അവർക്ക് സാഹചര്യങ്ങൾ കൊടുക്കുന്നത്. ഏതൊരു സമൂഹത്തിലേക്കാണോ അവരെ നിയോഗിക്കുന്നത് അതിനനുസരിച്ച കാര്യങ്ങളാണ് അള്ളാഹു അവർക്ക് നൽകുക. അപ്പോൾ അതാണ് അവർ പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ രാജാധികാരം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരുടെ ഇടയിൽ വേറെ ഒരാൾ മറ്റാളേക്കാൾ മഹാനാണ് അങ്ങനെയൊന്നും വെക്കാൻ നമുക്ക് പറ്റുകയില്ല. കാരണം ഇത് പ്രവാചകന്മാർ അള്ളാഹു തന്നെ വാർത്തെടുക്കുന്നവരാണ്, അല്ലാതെ ഓരോരുത്തരുടെ ക്വാളിറ്റി അനുസരിച്ച് കിട്ടുന്നതല്ല. അപ്പോൾ അതാണ് നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത്. അതുമാതിരി ലൂത്ത് നബി അലൈഹിസ്സലാം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പിതൃ സഹോദരൻ്റെ മകനാണ്. അദ്ദേഹവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ച ആ ഊർ എന്ന് പറയുന്ന അവിടെ തന്നെയാണ് അദ്ദേഹവും ജനിക്കുന്നത്. അദ്ദേഹത്തെ പിന്നെ ഈ സൊദോം എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് പ്രവാചകനായി നിയോഗിക്കുകയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ ആ ജനത തിരസ്കരിച്ചു. ഏതുവരെ എന്ന് ചോദിച്ചാൽ മൂപ്പര് അദ്ദേഹത്തിൻ്റെ ഭാര്യ വരെ, ആ ഭാര്യ പോലും ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹത്തിനോട് അവിടുന്ന് രക്ഷപ്പെടാൻ പറയുന്നു. ഈ സദോമിനെ അള്ളാഹു നശിപ്പിക്കുന്നു. അങ്ങനെ ആ സദോം ഇന്ന് ആ നശിപ്പിക്കപ്പെട്ട സ്ഥലത്തിനെയാണ് നമ്മൾ ചാവ് കടൽ എന്ന് പറയാം. വാസ്തവത്തിൽ അതൊരു കടലല്ല, അതൊരു തടാകം. അതായത് ചുറ്റുഭാഗം ഫലസ്തീനും ജോർദാനും ഒക്കെ കര പങ്കിടുന്ന ഒരു തടാകമാണ്. അത് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന ജലാശയമാണ്, ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ജലാശയമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 423 മീറ്റർ താഴെയാണ് അതിൻ്റെ വെള്ളം കിടക്കുന്നത്, സമുദ്രനിരപ്പിൽ നിന്ന് താഴെ. അതുകൊണ്ട് തന്നെ കടലിൻ്റെ ഉപ്പിനേക്കാൾ 10 ഇരട്ടി ഉപ്പാണ് അതിൽ. ഒരു ജീവിയും അതിൽ വളരില്ല, അതിൻ്റെ പരിസരത്തൊരു പുല്ലൂട്ട് മുളക്കില്ല, ഒരു സസ്യം ഉണ്ടാവില്ല. ഇതിൽ കിടന്ന ആൾ താവില്ല, മലന്നിങ്ങനെ അതും മയ്യത്താണ്, കിടക്കുന്നതും മയ്യത്ത് പോലെ കിടക്കാം. അതിൻ്റെ പേര് തന്നെ ബഹറുൽ മയ്യത്ത് എന്നാണ്. ഇന്നിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് അത് വലിയ ഈ ജോർദാനും ഇസ്രായേലിനൊക്കെ വലിയ സാമ്പത്തിക നേട്ടം കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഈ ചളിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ, അതുകൊണ്ട് ധാരാളം
പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. സൗന്ദര്യ വസ്തുക്കളും ഈ മറ്റേ ഈ കൃമികളൊക്കെ ഇത് അവിടെ നിന്ന് വലിയൊരു ടൂറിസമാണ്. കാരണം അതിൽ വന്ന് കെടുക്കാനും അതിൽ കുളിക്കാനും ഒക്കെ ആയിട്ട് സമ്പന്നരായ ധാരാളം ആളുകൾ ഇങ്ങനെ എത്തുന്നുണ്ട്. സമ്പന്നരുടെ ഒരു വിളയാട്ടമാണ്. അതാണ് ഇന്ന് ആ സ്ഥലം, ലൂത്ത് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയ ആ സ്ഥലം. അതാണ് ഇന്ന് നമ്മൾ ഈ ചാവുകടൽ എന്ന് പറയുന്ന ആ പ്രദേശം. കുല്ലം ഫദ്ദൽന അലൽ ആലമീൻ. ഇവർക്ക് പറയുന്ന ഈ കൂട്ടർ എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ സുഹുദ് കൊണ്ടും അറിയപ്പെടുന്നവരല്ല, രാജത്വം കൊണ്ടും അറിയപ്പെടുന്നവരല്ല. അപ്പോൾ അവരെ ഫദ്ദൽന, എന്നാൽ പോലും ഇവരുടെയൊക്കെ ലോകത്തിലെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അതായത് പ്രവാചകന്മാർ എന്നുള്ള നിലയ്ക്ക് ഇവരൊക്കെ വേറെ ഒരു കാറ്റഗറി. അവർക്ക് കൊടുത്ത ഡ്യൂട്ടി അതിനനുസരിച്ചാണ് അവരുടെ ജീവിതം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകുക. പക്ഷെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം വളരെ കൃത്യമായി മനോഹരമായി ചെയ്തു പോയവരാണ് അവരൊക്കെ. ഇതാണ് നമ്മളെ ശരിക്കും ഇതിൽ പഠിപ്പിക്കുന്നത്, ഏത് പ്രവാചകനാണെങ്കിലും. ഇനി അവർ വമിൻ ആബാഇഹിം വ ദുർരിയാത്തിഹിം വ ഇഖ്വാനിഹിം, അവരുടെ പിതാക്കൾ, ഈ ഇബ്രാഹിം നബിയുടെയും നൂഹിൻ്റെയും ഒക്കെ പിതാക്കളും അവരുടെ സന്തതി പരമ്പരകളും അവരുടെ സഹോദര പരമ്പരകളും. ഇപ്പോൾ ഈ പറഞ്ഞ പ്രവാചകന്മാരൊക്കെ സെമിറ്റിക് പ്രവാചകന്മാരാണ്. ഈ സെമിറ്റിക് പ്രവാചകന്മാർ ഇതല്ലാത്തവരും ധാരാളമുണ്ട്. ഈ ഖുർആൻ പറഞ്ഞവർ വളരെ കുറച്ചുള്ളൂ. ഇപ്പോൾ ഖുർആനിൽ തന്നെയും ഈ പറഞ്ഞത് കൂടാതെ 7 പ്രവാചകന്മാരുടെ പേരുകൾ വേറുണ്ട്. അത് ഒന്ന് ഇദ്രീസ് അലൈഹിസ്സലാമാണ്, ഹൂദ് നബി അലൈഹിസ്സലാമാണ്, ഷുഐബ് അലൈഹിസ്സലാമാണ്, സ്വാലിഹ് അലൈഹിസ്സലാമാണ്, ദുൽകിഫ് അലൈഹിസ്സലാമാണ്, ആദം അലൈഹിസ്സലാം, മുഹമ്മദുർ റസൂൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 7 പ്രവാചകന്മാരുടെ പേര് ഈ കൂട്ടത്തിൽ വന്നിട്ടില്ല. ഇതിൽ ആദമും ഇദ്രീസും നൂഹ് നബിക്ക് മുമ്പുള്ളവരാണ്. ആദമും ഇദ്രീസും നൂഹ് നബി അലൈഹിസ്സലാമിന് മുമ്പുള്ളവരാണ്. ബാക്കിയുള്ളവരൊക്കെ നൂഹ് നബി അലൈഹിസ്സലാമിയുടെ സന്താന പരമ്പരകൾ. അത് സാം എന്ന് പറയുന്ന സന്താനത്തിൽ നിന്നാണ്. അവരുടെയാണ് നമ്മൾ സെമിറ്റിക്കുകൾ എന്ന് പറയാം. ഇപ്പോൾ യഹൂദരായാലും ക്രിസ്ത്യനായാലും മുസ്ലിംസിനൊക്കെ സെമിറ്റുകൾ എന്നാണ് പറയാം. ഈ സെമിറ്റിക് പ്രവാചകന്മാരനെ ഇതിൽ പറയാത്ത വേറെയും ധാരാളം ഉണ്ട്. ഈ സെമിറ്റിക് പ്രവാചകന്മാർ ഈ അറബികൾക്കും വേദക്കാർക്കൊക്കെ അറിയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിലെ ഖദിർ, മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗുരു. സൂറത്തുൽ ലുക്മാനിലെ ലുക്മാൻ, കഹ്ഫിലെ തന്നെ ദുൽഖർനൈൻ. ഇവരൊക്കെ പ്രവാചകന്മാരാണോ അല്ലേ എന്നുള്ള അഭിപ്രായമുണ്ട്. ചിലർക്ക് പ്രവാചകന്മാരാണെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ തെളിവുകളില്ല. പ്രവാചകന്മാരാണെന്ന് പറയാൻ തെളിവുകളില്ല. ഈ സെമിറ്റിക് പ്രവാചകന്മാർ തന്നെ ബൈബിളിൽ പറയുന്ന കുറേ ഉണ്ട്. ഇപ്പോൾ ഷംഊന്, ഷംവീൽ, ഹെസക്കിയേൽ, നെഹമ്യ, അങ്ങനെ കുറേ പ്രവാചകന്മാർ ഇതുകൂടാതെ തന്നെ ഉണ്ട്. പക്ഷേ നമ്മളുടെ വിഷയം എന്താ വെച്ചാൽ ഖുർആനിലൂടെ അല്ലെങ്കിൽ ഹദീസിലൂടെ സ്ഥിരപ്പെട്ട ഒരു പ്രവാചകനാണെന്ന് തന്നെ വിശ്വസിക്കണം. അത് മസ്റ്റാണ്. എന്നാൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ പ്രവാചകന്മാരാണെന്ന് അഭിപ്രായമുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ വിശ്വസിക്കേണ്ട എന്ന് ചോദിച്ചാൽ അള്ളാഹു ആദം മുതൽ ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണെന്നാണ് നമ്മൾ മൊത്തത്തിൽ വിശ്വസിക്കുക. ഇപ്പോൾ സോക്രട്ടീസ് ഉണ്ട്, കൃഷ്ണനുണ്ട്, അവരൊക്കെ പ്രവാചകന്മാരാണെന്ന് ചിലർ പറയും. ബുദ്ധൻ പ്രവാചകനാണെന്ന് പറയും. പക്ഷെ നമുക്ക് അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ അതൊന്നും അങ്ങനെ ആണെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിനെക്കുറിച്ചിട്ട് റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്. അത് ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഈമാൻ എന്താണ് എന്ന് അന്വേഷിച്ച അപ്പോൾ റസൂൽ ജിബ്രീലിന് മറുപടി കൊടുക്കുക, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലി. നീ അള്ളാഹുവിലും മലായിക്കത്തുകളിലും കിതാബുകളിലും വിശ്വസിക്കുക എന്നാണ്. അതായത് ടോട്ടൽ വിശ്വസിക്കുക. എന്നാൽ ഖുർആൻ എടുത്തു പറഞ്ഞ പ്രവാചകന്മാരുടെ പേരുകൾ അതിനെ ആരെങ്കിലും നിഷേധിച്ചാൽ അയാൾ കാഫിറായി പോകും. അപ്പോൾ ആ നിലക്ക് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ നിഷേധിച്ച യഹൂദർ, മുഹമ്മദുർ റസൂലിനെ നിഷേധിച്ച ക്രിസ്ത്യാനികൾ, ഇവരൊക്കെ ആ നിഷേധികളുടെ പരമ്പരകളിലാണ് വരിക. വമിൻ ആബാഇ വഇഖ്വാനി വജ്തബൈനാഹും വഹദൈനാഹും, ഇവരൊക്കെ ഞാൻ സവിശേഷം തിരഞ്ഞെടുക്കുകയും അവർക്ക് നാം സന്മാർഗം നൽകുകയും ചെയ്തു. ഇലാ സിറാത്തിൻ മുസ്തഖീം, ഏറ്റവും ശരിയായ പാതയിലേക്ക്
നൽകി. അതായത് നമ്മളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രവാചകന്മാരുടെ ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നാണ്. സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഈ ഒരു പാത അല്ലാതില്ല. അതിൻ്റെ കൂടെ ഇനി എന്ത് കൂട്ടിക്കലർത്തിയാലും അത് അള്ളാഹു സ്വീകരിക്കുന്ന പാതയാവുകയില്ല. ദാലിക ഹുദല്ലാ, അതാണ് അള്ളാഹുവിൻ്റെ ഹുദ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹുദ, അള്ളാഹു മനുഷ്യർക്ക് നിശ്ചയിച്ചിട്ടുള്ള മാർഗദർശനം എന്ന് പറയുന്നത് ഈ പ്രവാചകന്മാരിലൂടെ വന്നത് മാത്രമാണ്. വേറെ ഒരു വഴിക്കും അത് വന്നാൽ പറ്റില്ല. അതൊക്കെ കൂട്ടിക്കലർത്തലും ഷിർക്കായി മാറുകയുമായി ചെയ്യാം. ഇതാണ് ശരിക്കും നമ്മളുടെ വിശ്വാസത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ എവിടുന്നെങ്കിലുമൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞെന്താ, നുനബ്ബിഉകും ബിഅഖ്സരീന അഅമാല എന്ന് പറഞ്ഞില്ലേ, അതാണ്. അതായത് നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ വേറൊരാൾ നമ്മളോട് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ സംഗതികളൊന്നും അതൊക്കെ അവർക്ക് പാഴായി പോവുകയാണ് ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു കർമ്മത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ കർമ്മം ഫലപ്രദമാവണമെങ്കിൽ അടിസ്ഥാന തിയറി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം കറക്റ്റാവാതെ നമ്മൾ എന്ത് ചെയ്താലും അത് ഫലപ്രദമാവുകയില്ല. ആ വിശ്വാസത്തിൻ്റെ മാർഗമാണ് ഈ പ്രവാചകന്മാരിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അത് അള്ളാഹുവിൻ്റെ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ആ ഹിദായത്ത് ആർക്കാണ് കിട്ടുക? അതിവിടെ വായു വെള്ളം പോലെ കോമണായിട്ടുള്ളൊരു സംഗതിയല്ല. കോമണായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഹിദായത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഹിദായത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ആർക്കാണ് ഇത് കിട്ടുക? അത് യഹ്ദി മയ്യശാഉ മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന് അത് വേണമെന്ന് തീരുമാനിച്ചവർക്കാണ് കിട്ടുക. അത് വെറുതെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടിയില്ല. ഇത് വേണമെന്ന് തീരുമാനിച്ച ആളുകൾക്കാണ് ഇത് കിട്ടുക. വലൗ അശ്റക്കു, അതല്ല നമ്മൾക്ക് ഈ പങ്കു ചേർത്തത് മതി എന്നാണ് ഒരു കൂട്ടരെ തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. എനിക്കിപ്പോൾ അതന്നെ എടുത്തോളണം എന്ന് ഈ ഭൂമിയിൽ യാതൊരു നിർബന്ധവുമില്ല. എനിക്ക് ഈ പങ്കു ചേർത്ത സംഗതികളെയും എടുക്കാം. കൂടുതൽ ആകർഷകമായ സംഗതി അതാണ്. അപ്പോൾ അങ്ങനെ എടുത്താൽ അപ്പോഴാണ് പറയുന്നത് ലഹബിത്ത അൻഹും, അവരെ സംബന്ധിച്ച് നാം പൊളിച്ചു കളയുന്നതാണ്. അവർ നിസ്കരിച്ചാലും കൊള്ളാം, നോമ്പ് നോക്കിയാലും കൊള്ളാം, സക്കാത്ത് കൊടുത്താലും കൊള്ളാം, ഹജ്ജ് ചെയ്താലും കൊള്ളാം, എന്ത് ചെയ്താലും ഈ വിശ്വാസത്തിൻ്റെ പാത കറക്റ്റാക്കാതെ എന്ത് ചെയ്താലും ലഹബിത്ത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, ആ പേരിലാണല്ലോ അവർ ചെയ്യുക, സൽക്കർമ്മങ്ങൾ എന്ന പേരിൽ, ആ ചെയ്തതൊക്കെയും നാം പൊളിച്ചു കളയുക തന്നെ ചെയ്യുന്നതാണ്. അതിനൊന്നും പരലോകത്തേക്ക് ഒരു വാല്യൂ ഉണ്ടാവുകയില്ല. അതാണ് ഈ പറയുന്ന ആയത്തുകളുടെ മുഴുവൻ മർണം അതാണ്. ഇത് ആദം നബി അലൈഹിസ്സലാം തൊട്ടിട്ട് സർവ്വ പ്രവാചകന്മാരും, അവരും നമ്മളും അറിയുന്ന സർവ്വ പ്രവാചകന്മാരും ഇതേ പരിപാടിയാണ് ഈ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തത്. അതേ സംഗതി തന്നെയാണ് ഈ മുഹമ്മദുർ റസൂലും വന്നിട്ട് ഈ മക്കക്കാരുടെ മുന്നിലും വെക്കുന്നത്. അതില്ലാതെ വേറെ പരിപാടിയൊന്നല്ല. ഇത് ഇബ്രാഹീമിൻ്റെ മാർഗമാണ്, ഇത് മില്ലത്തു ഇബ്രാഹീമാണ്. ആ ഇബ്രാഹീമിനെ തന്നെ അതേ സംഗതിയാണ് ഈ റസൂലും വന്ന് നിങ്ങളോട് പറയുന്നത്. ഇത് അവരെ ബോധ്യപ്പെടുത്തണം. കാരണം അവർ നിരവധി ഷിർക്കിലാണ് അവരുള്ളത്. ആ ഷിർക്കിൽ നിന്ന് അവരെ മോചിപ്പിച്ച് കൃത്യമായ ഏകദൈവ വിശ്വാസത്തിലേക്ക്, അതായത് പ്രവാചകന്മാർ പഠിപ്പിച്ചതിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. വാസ്തവത്തിൽ നമ്മളുടെ ഈ സമൂഹത്തിലും നമ്മളും പറയേണ്ടത് ഇത് തന്നെയാണ്. നമ്മൾ ഈ സുന്നത്ത് നോമ്പ് നോക്കുന്നതിനെക്കുറിച്ചിട്ടോ അതിനെക്കുറിച്ചിട്ടോ ഒക്കെ വല്ലാതെ വാചാലരാകുന്നതിൻ്റെ മുമ്പ് ഈ വിശ്വാസം നമ്മളുടെ കറക്റ്റാണോ, കൃത്യമാണോ? ഇത് കൃത്യമാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫർദ് നമസ്കാരം പോലും അങ്ങോട്ടെത്തുള്ളൂ, പിന്നല്ലേ സുന്നത്ത്. അതൊക്കെ ആയി വന്നവർക്ക് അതൊക്കെ ഗംഭീരമാണ്. പക്ഷേ നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ ഭാഗം വല്ലാതെ നമ്മൾ ടച്ച് ചെയ്യുന്നില്ല നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ ഈ അമലുകളെക്കുറിച്ചിട്ടാണ്, ഈ അമലുകളെക്കുറിച്ച് ഇങ്ങനെ പറയാം, അമലിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അത് ശൈത്താനും വലിയ ഇഷ്ടപ്പെട്ട ഏർപ്പാടാണ്. ഈ വിശ്വാസം കറക്റ്റ് ചെയ്യാതെ ഈ അമലിങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയാൾക്കൊന്നുമില്ല. ഇത് ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ ഓടുകയല്ലേ, ഇത് ലക്ഷ്യമില്ലാണ്ട് ഓടുക. അപ്പോൾ നമ്മളതിൽ തളച്ചിട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സന്മാർഗത്തിലപ്പോൾ പോകുന്നത്. നമ്മുടെ ആ ഭാഗത്തേക്ക് പിന്നെ അയാൾക്ക് നോക്കണ്ട. പക്ഷേ ഈ വിശ്വാസം കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഈ സംഗതിയില്ലാതെ ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതാണ് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി
വയഗ്ഫിറു മാ ദൂന ദാലിക എന്ന് പറയുന്നത്. ഈ ഷിർക്ക് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടുള്ള ഒരു പരിപാടിയും അള്ളാഹ് സ്വീകരിക്കാൻ പോകുന്നില്ല. അത് കൃത്യമാക്കലാണ് ഈ ആയത്തുകളുടെ ഉദ്ദേശം. ഉലായിക്കല്ലദീന ആത്തൈനാഹുമുൽ കിതാബ, ഈ പറഞ്ഞ ഈ പ്രവാചകന്മാരാണ് അള്ളാഹു കിതാബ് നൽകി, ഹുക്മ് നൽകി, നുബൂവത്ത് നൽകി ജനങ്ങളിലേക്ക് പറഞ്ഞയച്ചവർ ഇവരാണ്. അപ്പോൾ ഈ യക്ഫുർ ബിഹ, ഇതിനെ നിങ്ങളും അംഗീകരിക്കാതെ, കാരണം ഇത് ലാസ്റ്റാണല്ലോ വരുന്നത്, ഇനി നബി റസൂലൊന്നും വരാനില്ല. ഇതിനെ നിങ്ങളിനി അംഗീകരിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പോകുന്നില്ല എന്ന്. അതിന് ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസു ബിഹാ ബികാഫിരി, ഞാനത് ഇതൊന്നും നിഷേധിക്കാത്തൊരു കൂട്ടരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് മക്കിയാണ്. അതായത് ആരായി കൂട്ടർ? മദീനക്കാർ. നിങ്ങളെ ഏറ്റെടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഇത് ഇവിടെ അവസാനിക്കില്ല എന്നായി പറയണത്. അത് ഞാൻ വേറൊരു കൂട്ടരെ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന്. അത് ശരിക്ക് ഇതിപ്പോൾ റസൂൽ ഇത് പറയുമ്പോൾ റസൂൽ അത് മുമ്പേ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ റസൂൽ മുമ്പേ ഹിജ്റക്കൊക്കെ എത്ര മുമ്പേ ഈ സംഗതികളൊക്കെ കണ്ടിട്ടുണ്ടാവും. കാരണം റസൂലിന് ഇത് മനസ്സിലാവാതെ പോവില്ലല്ലോ. നമുക്കിത് പത്രം അങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല, പക്ഷേ റസൂലിന് ഇത് മനസ്സിലാവാതെ പോവില്ല. അടുത്ത സഹാബികൾക്കും ഇത് മനസ്സിലായി ഉണ്ടാവും. ഇതൊക്കെ അവരുടെ ഉള്ളിൽ വലിയ പ്രതീക്ഷകൾ, കാരണം ഈ മക്കാരിത് കൈവിട്ടാൽ ഇത് പോകുന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അവർക്ക് ഇത് അള്ളാഹു വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള, കാരണം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് അവസാനത്തെയാണ്. ഇത് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് പരാജയപ്പെടില്ല എന്നുള്ള അവർക്ക് ബോധ്യമുണ്ടാവും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കുൻ, അല്ലേ? അപ്പോൾ അതൊക്കെ കൃത്യമായ കാഴ്ചകൾ നൽകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഈ പറച്ചിലുകൾ. ആ കൃത്യമായ കാഴ്ചകളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കും വാസ്തവത്തിൽ ഇതിൽ നിന്ന് ഇതൊക്കെ കിട്ടേണ്ടതാണ്. നമുക്കും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്ക് അങ്ങനെ ആ തുടർച്ചയുണ്ടാവും. നമ്മളും ഇതേമാതിരി ഈ വിശ്വാസത്തെയും ഇതിനെയും ഇതുമാതിരി ഏറ്റെടുക്കാൻ ആളുകളുണ്ടെങ്കിൽ, ജനങ്ങൾ തയ്യാറാണെങ്കിൽ, ജനങ്ങൾ തയ്യാറാവണം. ജനങ്ങൾക്കാണ് ഇനി വിഷയം. കാരണം അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് അള്ളാഹു പൂർത്തിയാക്കി. അത് നമുക്കിന്ന് തെളിവാണ്. കാരണം ഈ ഖുർആനും ഈ പ്രവാചകചര്യയും ഇത്രയും കാലമായിട്ടൊരു പോറലും ഇല്ലാതെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ന്യായം പൂർത്തിയാക്കി. റസൂലുമാർ വന്നിട്ട് അവരുടെ പണി ഭംഗിയായി ചെയ്തു പോയി. കാരണം അവരുടെ പ്രതിഫലമൊന്നും നമ്മുടെ കയ്യിൽ അല്ല ഏൽപ്പിച്ചിട്ടുള്ളത്. അവരുടെ പണി ചെയ്തു. അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് പൂർത്തിയാക്കി. ഇനി നമുക്കാണ് തീരുമാനിക്കാം വേണയോ വേണ്ടയെന്ന്. നമുക്ക് രണ്ടും തീരുമാനിക്കാം. അതിൻ്റെ ലാഭവും നഷ്ടവും നമ്മൾക്ക് തന്നെ നേടാം. ഒരാളും മറ്റൊരാളുടെ ഭാരം വഹിക്കാൻ പോകുന്നില്ല. ഉലായിക്കല്ലദീന ഹദല്ലാഹ്, ഇതാണ് അള്ളാഹു ഹിദായത്ത് ചെയ്ത ആളുകൾ. അതുകൊണ്ട് പ്രവാചകനോടാണ് പിന്നെ പറയുന്നത്, ഫബി ഹുദാഹു മുക്തദി, നീയും അവരുടെ ആ പാത പിന്തുടരണം. അതായത് പുതിയ ഒരു സംഗതിയൊന്നും ഉണ്ടാക്കില്ല. അതാണ് റസൂലിനോട് മില്ലത്ത് ഇബ്രാഹിമൊക്കെ പിൻപറ്റാൻ പറയുന്നത്. ഇവരോട് പറയുക, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി അജ്റ, ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഫലം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. അത് എൻ്റെ വിഷയമല്ല. നിങ്ങൾക്ക് ഇത് സ്വീകരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നില്ല. പക്ഷേ ഇത് സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളുണ്ടാകും. കാരണം ഈ ദീന് ഒരാൾക്കും ഒന്നും നഷ്ടപ്പെടുത്തുകയില്ല. അതാണ് ഈ ഭൗതിക ലോകത്തെ അധികാരവും സമ്പത്തും സൗകര്യങ്ങളുമൊക്കെ ഈ ദീനിൻ്റെ കൂടെ ഉള്ളതാണ്. അത് ഏറ്റെടുത്തവർക്ക് അത് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. എന്താണ് ആ ആയത്തിലെ സൂറത്തു ഇൻസാനിലെ വ ഉഖ്റ തുഹിബ്ബൂനഹ നസ്റും മിനല്ലാഹി വ ഫത്ഹുൻ ഖരീബ്, സൊഫിലെ വ ഉഖ്റ തുഹിബ്ബൂനഹ എന്ന് പറയുന്നത് അത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്. അത് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ആരും കളയണ്ട. അതും ഇതും കൂടി കിട്ടുന്നതാണ്. അതായത് ദുന്യാവും ആഖിറവും കൂടി കിട്ടുന്ന മാർഗമാണ് അള്ളാഹുവിൻ്റെ റസൂലുമാർ വഴി അള്ളാഹു ഈ മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്. മറ്റത് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി നഷ്ടപ്പെടുത്തുന്നതാണ്.
അതുകൊണ്ട് ഇത് ഞാൻ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരുടെയും പ്രതിഫലം അള്ളാഹുവിൽ അത് സ്ഥിരപ്പെട്ടതാണ്. അത് ഭൂമിയിൽ അവരെ ഏറ്റെടുക്കുകയോ ഏറ്റെടുക്കാതിരിക്കുകയോ ചെയ്യുന്നതിനനുസരിച്ചല്ല. അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനൊരു സംഗതി ആളുകൾ ഇത് ഏറ്റെടുക്കുക എന്നുള്ളത് ആളുകളുടെ മാത്രം വിഷയമാണ്. അത് പ്രവാചകന്മാരെയോ അള്ളാഹുവിനെയോ ഒന്നും ബാധിക്കുന്നതല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഇത് ലോകർക്ക്, ഈ മക്കയുടെ ഉള്ള ആളുകൾക്ക് മാത്രമല്ല, മദീനയിലുള്ള ആളുകൾക്ക് മാത്രമല്ല, ലോകത്തിലെ മനുഷ്യർക്ക് അവർക്ക് അവരുടെ ഉത്ഭവം തൊട്ട് എന്തായിരുന്നു അവരുടെ മാർഗദർശനം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. അവരെ ഓർമ്മിപ്പിക്കുന്ന അതേ സമയത്ത് അവരുടെ ദുന്യാവിലെയും പരലോകത്തെയും വിജയം എന്താണെന്ന് അവരെ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ എല്ലാ നിലക്കും ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉത്ബോധനം മാത്രമാണ്. ഇതിനി എടുത്താലും എടുത്തില്ലെങ്കിലും ഉത്തരവാദി ഈ മനുഷ്യൻ തന്നെയാണ്. അതായത് മനുഷ്യനെ വലിയ ഒരു സ്ഥാനത്തേക്ക്, ഉത്തരവാദിത്വത്തിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ വർത്തമാനമൊക്കെ പറയുന്നത്. ഇത് ഇവിടുന്ന് അവസാനിച്ചു പോയാൽ ഈ മരണം വരെയേ ഈ സംഗതി ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ആ പരിപാടി അവസാനിച്ചാൽ പിന്നെ ഒരു ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് ഈ വിശ്വാസത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. ആ വിശ്വാസത്തിനെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലും അത് അള്ളാഹു പൊളിച്ചു കളയും. ഇതൊക്കെ ഖുർആൻ നേരിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കാൻ ഇത് ദുർഗ്രാഹ്യമായൊരു സംഗതി. ദിക്റിന് അങ്ങനെ കുറേ അർത്ഥങ്ങളുണ്ട്. അതായത് ഇത് മനുഷ്യർക്ക് അവൻ്റെ സ്വച്ഛമായ കൃത്യമായ മനസ്സ്, ആ സംഗതി ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ഏർപ്പാടല്ല. അല്ലാതെ വളരെ ദുർഗ്രാഹ്യമായൊരു സംഗതിയൊന്നല്ല അള്ളാഹു നിങ്ങളോട് പറയുന്നത്. ഈ പറയുന്നത് എല്ലാ മനുഷ്യർക്കും അവരുടെ ബുദ്ധിയും യുക്തിയൊക്കെ ഒന്ന് തെളിച്ചത്തോടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതെല്ലാവർക്കും വേഗം മനസ്സിലാകുന്ന സംഗതിയാണ്. അതിനെ നമ്മൾ പരമാവധി അവഗണിക്കുമ്പോഴാണ് നമുക്കിതൊന്നും മനസ്സിലാവാതെ വരുന്നത്. നമ്മൾ അതൊക്കെ വിട്ടിട്ട് ഈ ഭൗതിക ലോകത്തെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുക. ആയിട്ട് നമ്മുടെ ഏത് ചിന്തയും അതിനെ മാത്രം ചുറ്റിപ്പറ്റിയാണ്. പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഈ ബുദ്ധിയോ യുക്തിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇബ്രാഹിം നബി കാണിച്ചു തന്ന മാർഗം അതാണ്. ഈ ബുദ്ധിയെയും യുക്തിയെയും ഒക്കെ അതിനെയാണ് അള്ളാഹു തിൽക ഹുജ്ജത്തുന എന്ന് പറഞ്ഞത്. അത് നമ്മുടെ ന്യായങ്ങളാണ്. കാരണം മനുഷ്യന് നാം വെച്ചു കൊടുത്തിട്ടുള്ള ശരിയായ ന്യായങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ സമൂഹത്തിനോട് സംവദിച്ചത്. നമ്മളും അങ്ങനെ തന്നെ സംവദിക്കേണ്ടത്. നമ്മളിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമൂഹത്തിൽ നമ്മളാണ് എന്നുള്ള നിലക്കാണ് നമ്മുടെ ഇടപാടുകളൊക്കെ. നമ്മളിപ്പോൾ ഓൾറെഡി അങ്ങനെയാണ്. ഇപ്പോൾ കാഫിർ എന്ന് പറഞ്ഞാൽ നമ്മളല്ലാത്തത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലാണ്. നമ്മൾ തന്നെ അതാണോ എന്നുള്ളത് പല പ്രാവശ്യം നമ്മൾ ഓരോ ദിവസം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ആണ് ബഹുഭൂരിപക്ഷവും ഉള്ളത്. ആ വിഷയമൊക്കെ വിട്ടിട്ട് മറ്റുള്ളവരിലേക്ക് ചൂണ്ടുക, മറ്റുള്ളവരെ കാണുക, അങ്ങനെയല്ല. നമ്മളുടെ തന്നെ വിശ്വാസം കൃത്യമാക്കുക എന്നുള്ളതാണ്. അത് പരമാവധി നമ്മളങ്ങനെ ചെയ്യുക. പിന്നെ അതിലൊക്കെ വരുന്ന നമ്മളുടെ വീഴ്ചകളും അബദ്ധങ്ങളൊക്കെ അതിനെയാണ് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെയൊക്കെ തേടുക. പക്ഷേ അത് കറക്റ്റ് ചെയ്യാതെ നമ്മൾ എപ്പോഴും ഈ കർമ്മങ്ങളിൽ മാത്രം വല്ലാതെ ചിന്തിച്ചു കൊണ്ടിരുന്ന് വിശ്വാസം കറക്റ്റാക്കാതിരുന്നാൽ നമ്മൾ ചെയ്യുന്ന അമലുകളും അതിൻ്റെ പാട്ടിന് പോകും. കാരണം വളരെ വളരെ വലിയ ഒരു വിഭാഗം അങ്ങനെയാണുള്ളത്. കാരണം നമ്മളുടെ പഠിപ്പിക്കലൊക്കെ ആ ഒരു ശൈലിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾ ഓൾറെഡി നന്നായ ആളുകളാണ്, ഓൾറെഡി മുസ്ലിമീങ്ങളായ ആളുകൾ. ഇനി കുറച്ച് കർമ്മങ്ങളൊക്കെ അങ്ങോട്ട് കൂട്ടിയാൽ അങ്ങോട്ട് രക്ഷപ്പെടാമെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് തന്നെ മക്കയിൽ നിന്ന് റസൂലൊക്കെ തുടങ്ങിയ മാതിരി തന്നെയാണ് നമ്മളും തുടങ്ങേണ്ടത്. ആദ്യമായി വിശ്വാസം കറക്റ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് നിർത്താം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.